ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബാലൻ ദ ബോയ്. ഈ പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇന്നാണ് പടം കണ്ടത്. ഏകദേശം റിവ്യൂസൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പടം ബാലൻ ദ ബോയ്, ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച പടമാണ്. അപ്പോൾ ആ ഒരു മൂഡാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ ഡയറക്ടർ ചിദംബരം, മഞ്ഞുമൽ ബോയ്സ്, അത് ആ ഒരു സിനിമ കാണുമ്പോഴേ നമുക്കറിയാമല്ലോ പുള്ളിയുടെ ലെവൽ എന്തുവാണെന്ന്. റൈറ്റർ ജിത്തു മാധവനാണ് എൻ്റെ റൈറ്റിങ്. കിടിലം റൈറ്റിംഗ്, കിടിലം. അതായത് ചില ഭാഗത്ത് എനിക്കൊരു ഇത് തോന്നിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ സുശീഷ മ്യൂസിക്, കിടിലം മ്യൂസിക്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി ഷൈജു ഖാലിദ്. അതായത് ഇതിനകത്ത് വർഷങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ലേ, വർഷങ്ങളൊന്നും എങ്ങും പറയുന്നൊന്നുമില്ല. അത് ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ എന്തുവായാലും ഇതൊരു മൊബൈൽ ഫോൺ 1000 നോട്ട് കാണിക്കുന്നുണ്ട്. 1000 നോട്ട് എനിക്ക് തോന്നുന്നു 96 മറ്റോ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ചിന്തിക്കാതെ കഴിഞ്ഞിട്ടുള്ള കഥയായിരിക്കും. ആ ഒരു കാലഘട്ടം ഒരു നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് വർഷം പറയുന്നില്ലെങ്കിലും. പിന്നെ അതിനകത്ത് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് വിവേക് ഹർഷനാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ എഡിറ്റിംഗ്. പിന്നെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ പടം എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ അടുത്ത് പറയേണ്ടത്. ഈ ഒരു പടം എന്താണെന്നോ അതാണ് ഈ ഒരു സെലക്ടിങ്, കിടിലൻ സെലക്ടിങ്ങാണ്. ഒരു സ്റ്റാറ്റുട്ടറി വാണിംഗ് തൊട്ട് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു അമ്മച്ചിയാണ് ഇതൊരു സ്റ്റാറ്റുട്ടറി വാണിംഗ് പറയുന്നത്. ആ ഒരു അമ്മച്ചി ഈ ഒരു പടത്തിലും ഉണ്ട്. ആ അമ്മച്ചി എന്താണെന്ന് ഈ ഒരു പടത്തിലും ഉണ്ട്. കിടിലൻ പെർഫോമൻസ്. തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു നറേഷനിൽ കൂടെയാണ് പടം തുടങ്ങുന്നത്. അതായത് ഒരു അമ്മയുടെയും ഒരു മകൻ്റെയും കഥയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ അവർ ഓരോ സ്ഥലത്ത്, അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ എന്തുവാണെന്ന് ആദ്യത്തെ ഒരു 2 സീൻ കഴിയുമ്പോഴേ ഇവരുടെ ഒരു ക്യാരക്ടർ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ റോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫർസാനയാണ്. ഈ ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് കുറേ പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ഇതിൻ്റെ ആക്ട്രസും കൊണ്ടായ ഫർസാന. കിടില പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ രണ്ട് പിള്ളേരുടെ ഇത് കാണിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ കാണിക്കുന്നുണ്ട് 2 കാലഘട്ടത്തിലുള്ള. അപ്പം ആ പയ്യന്മാരായിട്ടുള്ള ആദ്യത്തെ പയ്യനായിട്ട് വന്നേക്കുന്ന ആ പയ്യൻ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ്. അവരൊന്നും നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. അവർ ജീവിക്കുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പയ്യൻ്റെ കാസ്റ്റിംഗ്, അതായത് നമുക്ക് ആ ഒരു പഴയ പയ്യനിൽ നിന്ന് എങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പുതിയൊരു പയ്യൻ വരുന്നുണ്ടല്ലോ, അവരുടെ ആ ഒരു മുഖച്ചായം ഏകദേശമുള്ള, അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, ആ ഒരു കാസ്റ്റിംഗ് അവർ നല്ല രീതിയിൽ കിടലിന് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ ജോലിക്ക് വരുന്നതും പിന്നെ തുടർന്ന് നടക്കുന്ന കഥയുമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ആ ബോണ്ടിങ്, അമ്മയും ആ മകനും തമ്മിലുള്ളൊരു ബോണ്ടിങ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു തീം. പിന്നെ എനിക്കൊരു വിയോജിപ്പ് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യമേ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു തട്ടുകടയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഒരു കടയിൽ പോയി പൊറോട്ടയും പിന്നെ ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ ഷോട്ട് വെച്ച് കാണുമ്പോഴറിയാം ആ കടയിൽ പച്ചവെള്ളം എന്ന് വെച്ചാൽ കൂത്താടിയുള്ള പച്ചവെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അത് കാണുമ്പോഴറിയാം. പിന്നെ എങ്ങനെ അതിനകത്ത് അപ്പോൾ എനിക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയത്. അത് ഒരു കുറച്ചും കൂടെ ഒരു നല്ലൊരു ഷോപ്പായിരുന്നെങ്കിൽ, അത് നാട്ടുമ്പുറത്തുള്ള ഇച്ചിരി നല്ല ഹോട്ടലായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലാന്ന് തോന്നി. അവിടെ നമുക്ക് കാണും പുള്ളി അതിൻ്റെ ഓണർ തന്നെ അതിൻ്റെ ഒരു ദാരിദ്ര്യം അവർ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇയാൾ രാവിലെ വരികയും വേണം, ചായ അടിക്കുകയും വേണം, പൊറോട്ട അടിക്കുകയും വേണം, ബീഫ് കറി ഉണ്ടാക്കണം, ഇതിനൊക്കെ ഇവർക്കൊക്കെ എങ്ങനെ സമയം വരുന്നത്? അതെനിക്ക് അവിടെ ഒരു ചെറിയൊരു വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പടം നമുക്ക് തുടക്കം തൊട്ടേ നമ്മൾ ഇതൊരു അവാർഡ് മൂഡ് പിടിച്ചാണ് പോയേക്കുന്നത്. അവാർഡ് മൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സിനിമയാണ്, IFFKയിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ അതേപോലെ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് അതേപോലെ ആണെങ്കിലും നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു രീതി പോലും ഇപ്പോൾ ഇൻ്റർവെൽ വരെ നോക്കുവാണെങ്കിൽ ഒരു രീതിയിലും എനിക്ക് ബോറടി തോന്നിയിട്ടില്ല. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം പടം വേറൊരു ട്രാക്കിലോട്ടാണ് പോകുന്നത്. അവിടെയും എനിക്ക് ഒരു ബോറടി തോന്നിയില്ല. ഇതെല്ലാം വിജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ BGM ഇവിടെ ഒന്നും കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ പിന്നെ പോക്കാം. പിന്നെ ഇതിനകത്ത് ജീൻ പോൾ ലാൽ പുള്ളിക്കാരനെ ഒരു വില്ലൻ ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗിരീഷ് ഏടി ഒരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു റോളുണ്ട്, അബ്ബാസ് ആരെന്ന് പറഞ്ഞാൽ ടോവിനോയുടെ ഏറ്റവും നല്ല ക്യാരക്ടറിൽ ഒന്നായിട്ട് ഞാനിത് കരുതുന്നുണ്ട്. പുള്ളി അതിനകത്ത് അങ്ങ് ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. ആ ഒരു റോളായിട്ട് അങ്ങ് ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും എനിക്ക് അഭിനയിക്കാൻ തോന്നിയിട്ടില്ല.
കിടിലൻ പെർഫോമൻസ്. ഞാൻ അതിരടിയുടെ റിവ്യൂ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോവിനോയുടെ ഏറ്റവും നല്ല ക്യാരക്ടർ ആവേണ്ടതായിരുന്നു അതിരടിയുടെ ആ വില്ലൻ ക്യാരക്ടർ. പക്ഷേ അത് സെക്കൻഡ് ഹാഫ് കുളമാക്കി കൊടുത്ത്. എൻ്റെ അഭിപ്രായം കുറേ പേർക്കുണ്ടായി, അത് എനിക്ക് തോന്നിയ അഭിപ്രായമാണ് അത്. പക്ഷേ അതേപോലെ അല്ല ഇത് പുള്ളിക്കാരൻ ഒരു 10-20 മിനിറ്റ് അരമണിക്കൂർ എങ്ങാണ്ട് ഉണ്ട് അപ്പം. പക്ഷേ ആ റോള് പുള്ളിക്കാരൻ ജീവിച്ച് കാണിച്ചിട്ടുണ്ട് കിടലിനായിട്ട്. ആ പെർഫോമൻസ് എന്നുവെച്ചാൽ ഇത് കാമിയോ ഒന്നുമല്ല, ഒരു സർപ്രൈസ് ആയിട്ട്. ഞാൻ എൻ്റെ ട്രെയിലറൊന്നും ഞാൻ കണ്ടില്ല, സർപ്രൈസ് ആയിട്ട് പുള്ളിക്ക് ഒരു കാസ്റ്റിംഗ് കൊടുത്തു. ഇത് നേരത്തെ ഇത് റിവീൽ ആയതാണ്. അപ്പം ആ ഒരു റോള് കിടിലനായിട്ട് പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഇതിൻ്റെ സെറ്റ് വർക്ക്, എനിക്കൊന്ന് മഹാരാഷ്ട്രയുടെ സെറ്റ് വർക്കാണ്, മുംബൈ പശ്ചാത്തലമാക്കിയുള്ള സെറ്റ് വർക്കാണ് കാണിക്കുന്നത്. അതെല്ലാം കിടിലനാക്കിയിട്ടുണ്ട് ടോട്ടലി. പിന്നെ ഒരു കാടിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു വീടിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ഗൺ ഷോട്ട് കാണിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി എല്ലാം ഒരു അവാർഡ് പടമാണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ അതിനുവേണ്ടി പ്രദർശിപ്പിച്ച സിനിമ. പക്ഷേ ഒരിടത്തും ബോറടി തോന്നുന്നില്ല. ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയ്ക്കകത്ത് എൻ്റെ വിട്ട് നമ്മൾ വൈഡായിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതിൻ്റെ വിട്ടൊന്നുമല്ല, കിടിലായിട്ട് ആ ക്യാമറ വർക്കും എഡിറ്റിങ്ങും ഇതെല്ലാം മ്യൂസിക്കും എല്ലാം നല്ല കിടിലാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസും അതും കിടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഞാൻ ഈ ഒരു പടം ഇങ്ങനെ പോസിറ്റീവ് പറയുന്നത് അപൂർവമായിരിക്കും. നിങ്ങൾ എൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ അവസാനം 2026 സർവമായിക്ക് ശേഷം ഹെവി പോസിറ്റീവ് പറഞ്ഞതാണ് ബ്ലാസ്റ്റ്. അതിനുശേഷം എനിക്ക് ഇതാണ് ഇച്ചിരി നല്ല പോസിറ്റീവായിട്ട് പറയാൻ തോന്നിയിട്ടുള്ളത്. കിടിലം പടം. അവസാനം ഒരു ഇമോഷനൊക്കെ ഉണ്ട്, അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പയ്യനാണെങ്കിൽ ആ അമ്മയോട് കാണിക്കുന്ന ഒരു ഇഷ്ടം, അത് നമുക്ക് ആ തൊണ്ടയ്ക്ക് ഉമിനീരിറക്കുന്നതായാലും അത് നല്ല രീതിയിൽ ആ പയ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി കിടിലം പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.